ഹലോ, ഇന്ന് നമ്മൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിന് നന്നായിട്ട് വിളഞ്ഞ ഒരു 2 നാളികേരാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചിരകി എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം അതിൻ്റെ 1-ാം പാൽ എടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ 2-ാം പാൽ നമ്മൾ എടുത്ത് മാറ്റുന്നു. ശേഷം ഒരു ഉരുളി വെച്ച് അതിലേക്ക് ഞാൻ ഉപയോഗിച്ച നല്ല നാടൻ നെയ്യാണ് കേട്ടോ. കുറച്ച് നാടൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശർക്കരപ്പാനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് മറിഞ്ഞ് വരും കേട്ടോ. ശർക്കരപ്പാനി നന്നായി തിളച്ച് കുറുകി വരുമ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അട അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ അട നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അടയാണ് കേട്ടോ. ശേഷം കുറച്ച് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്തു 2-ാം പാൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും നമ്മുടെ ഈ അടയും നന്നായിട്ട് മിക്സായി കുറുകി വരണം കേട്ടോ. നമ്മളെന്ത് ചെയ്യുക, അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ എന്ത് ചെയ്യുക, 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങാക്കൊത്തും അതുപോലെ നട്ട്സൊക്കെ എന്ത് ചെയ്യുക, എണ്ണയിൽ വറുത്ത് കോരി ഒഴിക്കുക കേട്ടോ. പുളി പായസം റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.